ഇന്നത്തെ വിഷയം ബാലയണ്ണനാണ്. നമ്മുടെ അണ്ണാച്ചി ബാലയണ്ണൻ കുറച്ച് നാൾ കൊണ്ട് കാണാനില്ലായിരുന്നു, വീണ്ടും വന്നിരുന്ന് മെഴുകൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാലയണ്ണൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 1 കെട്ടി, 2 കെട്ടി, 3 കെട്ടി. മൂന്നാമത്തത് പേടിച്ചിട്ടാണ് അവിടെ നിൽക്കണതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കൂടെ നിന്നുകൊണ്ട് ബാലയണ്ണ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവിടെ വന്ന് നിന്നുകൊണ്ട് മാമാ 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 എന്നൊക്കെ ഇങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ മാമനും കോകില മാമിയുമാണ് ഇന്നത്തെ കഥ. അപ്പോൾ ബാലയണ്ണന് എന്തോ ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ ഇളകണതാണ്, ഒരു ലൂസ് പോലെ. ബാലയണ്ണ ആരെ കുത്തിയാണ് പറയണേന്നൊക്കെ മനസ്സിലാവും. മുൻ ഭാര്യ, അതായത് ആദ്യത്തത്, പിന്നെ രണ്ടാമത്തത് അതിനെയും കാണും. എന്നാലും ആദ്യത്തതിൻ്റെ അതിനെ വെച്ചിട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള കുത്തിയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത്. നമ്മളെ മാമൻ നടന്ന് പെണ്ണ് കെട്ടി അവസാനം മൂന്നാമത്തേലെങ്കിലും ഒതകോ എന്തോ അറിയാൻ വയ്യ. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മാമൻ്റെ ഇളക്കം. എല്ലാ സ്വത്തും കോക്കിലാക്ക് കൊടുത്തു. 250 കോടി എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ഞാൻ പാപ്പറ. അയ്യോ എനിക്ക് വയ്യേ. എല്ലാ സ്വത്തും കോകിലയ്ക്കും അനമ്മാവുക്കും. ഞാൻ പാപ്പരാണ്. എൻ്റെ കോകില മാമി, നിങ്ങൾ രസപ്പെട്ടെന്ന് തോന്നണം. നിങ്ങൾ രസപ്പെട്ടു മാമി. അപ്പൊ എല്ലാ സ്വത്തുമാണ്. ഇനിയിപ്പോ എത്ര സ്വത്തുണ്ടെന്ന് അറിയണ്ടേ. ഞാൻ പാപ്പറാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ ഒന്നും பண்ண முடியாது. வேணா அரெஸ்ட் பண்ணிட்டு போங்க, பரவாயில்ல. தேங்க்யூ ஸோ மச். ஓகே, என்ன பண்ண முடியும்? ஒன்றும் பண்ண முடியாது. நிம்மதியா விட்டா மதி, வேற ஒண்ணும் வேண்டாம். മാമൻ അങ്ങനെ സ്വത്തല്ല. കോകില അടുത്ത് നിൽക്കണ കോകില മാമിക്ക് എഴുതി കൊടുത്തു. കോകില മാമി മാമാ മാമാ മാമാന്നും പറഞ്ഞ് പിറകെ നടന്ന് അതിന് ഉപകാരം ഉണ്ടായെന്ന് തോന്നുന്നു കോകില മാമിക്ക്. അപ്പോഴും മാമൻ 250 കോടി സ്വത്ത് കോകിലയ്ക്ക് എഴുതി കൊടുത്തു. മൂന്നാമത്തെ ഭാര്യയ്ക്ക്. ആദ്യത്തെ ഭാര്യ ഡിവോഴ്സായി. അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അവകാശം ഇല്ലേ മാമ? ആ കുട്ടിക്കല്ലേ മാമ അവകാശം അല്ലേ? നിങ്ങൾ ആ 250 കോടി ആർക്കാണ് കൊടുക്കാനുള്ളത് മാമ? ആ കുട്ടിക്കല്ലേ പാലമാമ? അവകാശി ആ മോളാണ്. ഒരു മോളല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഭാര്യയിലും കുട്ടിയില്ല. മൂന്നാമത്തെ ഈ കോകിലയ്ക്ക് കുട്ടിയില്ല. അപ്പോഴീ ഈ ഒരു മോളല്ലേ ഉള്ളൂ മാമ. അപ്പം ആ അവകാശി ആരാണ്? ആ മകളാണ്. മാമൻ്റെ സ്വത്തിന് അവകാശി ആ മോളാണ്. ഇത്രയൊക്കെ ചെയ്യാൻ എന്താ കോകില ചെയ്തത്? ബാലൻ ചേട്ടന് വേണ്ടിട്ട് എന്താ ചെയ്തത്? നമ്പിക്കൈടാ. ഒരു ഫോട്ടോ കാട്ടാൻ നെറ്റി പോയിരുവീங்க. ഒരു ഫോട്ടോ കണ്ട് അയ്യോ, ഈ കോകില മാമി ഉണ്ടല്ലോ, കുഞ്ഞുനാളിലെ 5 or 6 വയസ്സുള്ളപ്പോൾ ഈ മാമൻ്റെ വീട്ടിൽ പോയി നിൽക്കണതുണ്ട്. അന്നേ ഈ മാമൻ ഇത്ര ഉണ്ട്, ഒത്രയും ഉണ്ട്. അന്നേ മുടിയൊക്കെ നരച്ച മാമനായിരുന്നു. ആ കോകില കുഞ്ഞാണ് ഇപ്പം മാമൻ്റെ ഭാര്യയായത്, മൂന്നാമത് വന്നത്. സഹിക്കാൻ പറ്റണില്ല. അതും ബന്ധത്തിൽ നിന്നാണ് കേട്ടോ. ബന്ധത്തിലുള്ളതേ കിടക്കോളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഇത് ബന്ധത്തിൽ നിന്നാണ്. എന്തായാലും മാമൻ്റെ അമ്മാവൻ്റെ ആരേ മോളെന്ന് പറയണേട്ട്. അങ്ങനെയാണ് ഇപ്പം ഈ ഒരു കുഞ്ഞു കുട്ടിയായിരുന്ന കുട്ടിയെ ഇപ്പം അത് ഇച്ചിരി വലുതായപ്പോൾ കല്യാണം കഴിച്ച് മാമൻ. മൂക്കിൽ നരയും വന്ന മാമൻ. ഫോണില്ല. ஒரு போட்டோ என்கிட்ட இருக்கு. இப்ப பிறந்த நாளுக்கு தானே வந்திருக்கீங்க. உன்னைய போன் இல்ல காட்டுறேன். நீங்களுக்கு சிரிக்க கூடாது. ഇല്ല മാമന്റെ വർത്താനം കേട്ടാലേ ചിരിക്കൂല. ഇതില് മീഡിയക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് മാമന്റെ മുന്നിൽ. എന്നിട്ടാണ് മാമൻ വീഡിയോ എടുക്കണം. അത് മാമൻ എപ്പോഴായാലും അങ്ങനെയാണ്. കൊണ്ടുവന്ന് നിർത്തും. നമ്മളെ ബാലയണ്ണൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് വേറെ കുറച്ച് അയൽവക്കത്തുനിന്നും അതിലേ പോണ കൈനോക്കാരെയും പിച്ചക്കാരെയും എല്ലാവരെയും റോഡിൽ പോണവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ നിർത്തിയിട്ട് പറയും ഞാനിങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന്. എന്നിട്ട് മാമൻ്റെ പ്രധാനമായിട്ടും മാമൻ എന്തൊരു ചെയ്യും, എന്തെങ്കിലും ഒരു സ്വർണ്ണമാല, സ്വർണ്ണമോ അല്ലെങ്കിൽ പോട്ടെ ഇമിറ്റേഷൻ ആവട്ടെ, വരവാവട്ടെ, അതെടുത്ത് അവരെ കയ്യിൽ കൊടുക്കും. ഓരോന്നെടുത്ത് കൊടുത്തിട്ട് പറയും മാമൻ്റെ കഴുത്തിലിടാൻ പറയും. കുനിഞ്ഞു കൊടുക്കും. കണ്ടാ
മാമന് കിട്ടുന്ന സമ്മാനം കണ്ട എന്നിട്ട് ഇതാണ് പറച്ചില്. അയ്യോ എനിക്ക് വയ്യ മാമൻ്റെ കാര്യം കൊണ്ട്. ഓ ഫോട്ടോ കാണിക്കണ് നമ്മളെ കോകില ചേച്ചീര. അതാ കണ്ടോളണം. കണ്ട ആ കുഞ്ഞാണ്. കുഞ്ഞടുത്ത് നിക്കണത്. മാമ അപ്പുറത്തോട്ടിരിപ്പുണ്ട്. ഇതാണോ കോകിലക്കാണോ പേടിക്കുന്നത്? അയ്യോ എൻ്റെ പൊന്നു കോകില അണ്ണൻ്റെ മോളാവാനുള്ള പ്രായേ ഉള്ളു ഈ ഒരു കൊച്ച്. ഇപ്പോഴല്ലേ അതിനിത്തിരി ശരീരത്തിന് വലുതായത്. അന്ന് ഒരു കുഞ്ഞു വാവയായിരുന്നു. ആ വാവയാണ് ഇപ്പം മാമ എടുത്ത് തട്ടിക്കൊണ്ട് നടക്കണത്. അന്ന് തട്ടിക്കൊണ്ട് നടന്നതാണ് തോളിലിരുത്തിക്കൊണ്ട്. ഇപ്പം ദാ ഭാര്യയാക്കി. ഇതും ബർത്ത്ഡേവാ. ഇത് എത്രാമത്തെ ബർത്ത്ഡേ കോകിലയുടെ? 6 വയസ്സ് 6-7 വയസ്സ്. അന്ന് അറിഞ്ഞില്ല ജീവിതം എന്താണ്. പിന്നെ അവൾക്കും പ്രായം കുറഞ്ഞു പോയി. ഇല്ലെങ്കിൽ കട്ടി അന്ന് ജീവിതം എന്തെന്ന് അറിഞ്ഞില്ല. അന്ന് അവൾക്ക് പ്രായം കുറഞ്ഞെന്ന്. അന്ന് 6 വയസ്സായിരുന്നെങ്കിലും ഞാൻ കെട്ടിയനായിരുന്നെന്ന്. എത്ര വിവരമുണ്ട്. ഇതിപ്പോൾ കേരളത്തിലാണ്ടാണ് വന്ന് കിടക്കണത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കിടക്കുന്നത്. എൻ്റെ പൊന്നണ്ണ തമിഴ്നാട്ടിലോട്ടങ്ങനെ പോ. വെച്ച് വീട് വെട്ടിയും കിടക്ക ആയിട്ടൊക്കെ പോ. ഇതിപ്പം ആകെ കൊണ്ട് കേരളത്തിൽ കിടക്കുന്നവർക്ക് ആകെ വിനയായെന്നാണ് തോന്നണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാവരും நல்லா இருக்கணும். എനിക്ക് യാരുമേ ശത്രുവില്ല. എല്ലാവരും പൊന്നണ്ണ ആ ഒരു കുട്ടിയുണ്ട്. ആ ഒരു മോളല്ലേ ഉള്ളു നിങ്ങൾക്ക്. ആ കുട്ടിയെ നിങ്ങൾ പോയി ഒരു നോക്ക് കാണോ ബാലയണ്ണ? പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കോ ബാലയണ്ണ? ഇല്ലല്ലോ. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കോ? ഇല്ലല്ലോ. ഒരു മോളല്ലേ ഉള്ളൂ. പിന്നെ മോളുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ ആളുകളടുത്ത്. അതിന് വല്ലതാ കൊടുക്കണം. അതിന് എന്താണ് കയ്യിലുള്ളത് കൊടുക്കണം. ഒരു തന്തയെന്നും പറഞ്ഞും കൊണ്ട് തന്തേരെ കയ്യിലുള്ളത് കൊടുക്കണം ബാലയണ്ണ. അതുപോലെ തന്തയ്ക്ക് വകയുണ്ടല്ലോ ബാലയണ്ണന്. ആ സ്വത്തുകൾ അവകാശിയാണ് ആ കുട്ടി. ആ കുട്ടിക്കാണ് കൊടുക്കാനുള്ളത്. ഇല്ലെങ്കിൽ ബാലയണ്ണ ബാലയണ്ണൻ്റെ ഊപ്പാട് വരും. അവരതിനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞ അന്ന് അറിയില്ലായിരുന്നു എൻ്റെ എല്ലാ സ്വത്തിനും അവകാശി കോകിലെന്നുള്ളതല്ലേ? ഞാൻ കൊടുത്തിട്ടേ അവിടെ പിടിച്ചു പോച്ച്. ഒന്നില്ലാതെ ആളെടുത്ത് എപ്പടി കേസ് പോട മുടിയും? ചുമ്മാ അല്ല നമ്മളെ കോകില ചൊറിഞ്ഞ് നിൽക്കണത്. ബാലയണ്ണ 250 കോടി എഴുതി കൊടുത്തെന്ന്. ഒരു കാര്യം ചെയ്യാത്തത്. ഈ ലോകത്ത് എത്രയോ ജനങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവരെയും കൂടെയൊക്കെ ഒന്ന് സഹായിക്കണ്ടേ? മീഡിയയുടെ മുന്നിൽ ആരെങ്കിലും ഉടുപ്പ് കീറിയെന്ന് നിക്കർ കീറിയവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കയ്യിലോട്ട് പൈസ കൊടുക്കും. ഇങ്ങനെ 50 100 ഇങ്ങനെ കൊടുക്കണത് വീഡിയോ പിടിച്ചാൽ പോരാ. അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഒന്നില്ലാതെ ഇപ്പൊ ബാലൻ ചേട്ടന് ഒരു 10 രൂപ വേണമെന്നുണ്ടെങ്കിൽ കോകില തരണം. ഇപ്പൊ ബാലച്ചേട്ടൻ്റെ ഒന്നുമില്ല. ബാലച്ചേട്ടന് ഇനിയിപ്പം നിക്കർ വാങ്ങിക്കണമെങ്കിലും കോകില പൈസ കൊടുക്കണം. എങ്കിലേ ബാലച്ചേട്ടന് നിക്കർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബാലച്ചേട്ടൻ അത്യാവശ്യം നല്ല മദ്യപാനിയാണ്. ആ മദ്യം വാങ്ങിക്കണമെങ്കിലും കോകില പൈസ കൊടുക്കണം. അല്ലാതെ ഒരു രക്ഷയില്ല. കോകിലെ നീ കോകിലേ. കോകില തരും. ബാലമാമ വിഷമിക്കണ്ട. വീട്ടിലെന്താ പുറത്ത് പോകണം? പുറത്ത് പോയി പറ്റും. ഇതാണ് സത്യം. തമിഴ്നാട്ടിൽ ജയന്റവിക്കെതിരെ ഇതുപോലെ ഒരു അലിഗേഷനും ഒരു അറ്റാക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാലചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇല്ലല്ലപ്പാ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ജയം രവിയുടെ അച്ഛനടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഇത് മിനിങ്ങാന്ന് ഞങ്ങൾക്ക് കാൾ വന്നിരുന്നു. ഫ്രൈഡേ തന്നെ ചിത്തപ്പാ, ഡേ பிஃபோர் எஸ்டே நேற்றுல முந்தானேத்து வந்திருந்தோம். அந்த காலில் தான் ப்ரொவோக் ஆகிட்டேன் நான். அப்போ ஃபஸ்ட்லேருந்து சொல்கிறேனே, ஆக்ஷன் இஸ் டிஃப்ரெண்ட். நான் റിയാക്ട് பண்ணுறேன். എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ നമ്മൾ കണ്ടത് എന്നെ പണ്ട് തോക്കെടുത്ത് റൂമിനകത്ത് കയറിയിട്ട് ആരെ തീർക്കുമെന്നും പറഞ്ഞാൽ തോക്കെടുക്കണുണ്ട്. എന്നെ സേഫ് ചെയ്യണം, എൻ കുടുംബത്തെ ഞാൻ കാപ്പാற்றணும். இதுதான் நான் பண்ணுறேன்.
കളിയാക്കുന്നവർ കളിയാക്കിയിട്ട് പുറത്തിരുന്ന് ഒന്നും അറിയാണ്ട് വീട്ടിനകത്തിരുന്ന് ക്യാമറാവും പിടിച്ചിട്ട് അടുത്തവൻ കുടുംബത്തെക്കുറിച്ച് അടുത്തവൻ ഭാര്യയെക്കുറിച്ച് ആരെയാണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാമല്ലോ, അതാരെയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാമല്ലോ. കുത്തലാണ് നമ്മളെ ബാലമാമൻ, ഇളയ പുണ്ടാട്ടിയും വെച്ചിട്ട് കുത്തല് അതാരെയാണ് നമുക്കറിയാം. സംസാരിക്കുന്നതെല്ലാം ഈ மாதிரிலாம் மீடியா கிடையாது. நீங்களுக்கான மீடியா, சேட்டலைட் சிக்னல்ஸ் மீடியா. ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഇവിടെ മൊബൈൽ വെച്ചിട്ട് അതെല്ലാം മീഡിയ അല്ലേ. ബാലൻചേട്ടാ അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അവർ കൂടുതലായിട്ടും പറയുന്നത് ബാലൻചേട്ടാ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ സമയത്ത് ഓരോ കാര്യം. അപ്പൊ 2 വർഷமா நான் பேசல, 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടില്ലല്ലോ. 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടില്ലല്ലോ. മിണ്ടിയോ? ഇല്ല. ഇപ്പൊ വരാൻ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മാത്രമല്ല വിക്ടിം, എന്നെ പോലെ കുറേ വിക്ടിംസ് ഉണ്ട്. ഓരോരുത്തർ വിളിച്ച് പറയാം, ബാലചേട്ടാ ഇത്ര പേർക്ക് ഇത്ര കോടി കൊടുത്തു, ഞങ്ങൾ കാശ് വേണ്ട, നിങ്ങൾ ന്യായത്തെ തുറന്നു പറയുമോ? എന്താ ടാർച്ചർ, ரொம்ப ടാർച്ചർ. മാമാവ് എങ്ങനെ ചൊറിയുന്നുണ്ട്. ചുമ്മാറ്റില്ല, സ്വഭാവം നന്നാവണം. എങ്കിലേ ടാർച്ചറും ഒക്കെ ഇല്ലാതിരിക്കുള്ളൂ. സ്വഭാവം നന്നാവണം ആദ്യം. നീ വേണാ പാത്തുക്കോ, അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ കേസ് വരും, പാത്തുക്കോ. പോതല്ലേ? ശരി, ഞാൻ സിനിമ അഭിനയിക്കാൻ പോവാ. ഇന്നലെ എൻ്റെ ശനി തീർന്നു. കറക്റ്റ് 26-ാം തീയതി. ഇനി ശനി തീർന്ന് ഇനി അടുത്തത് ഞായറാണ് തുടക്കം. ഇനി 27 എൻ്റെ ഭാര്യയുടെ പിറന്നാൾ. ഇന്ന് ശുക്രദശ സ്റ്റാർട്ട് ആവുത്. എന്നെ വെച്ച് പടം ചെയ്താൽ എല്ലാവരും നന്നായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരും எல்லாருக்கும் நாங்கள் ஒரு ரிக்வெஸ்ட் பண்ணுறோம். எல்லாரும் ரிக்வெஸ்ட் பண்ணுறோம். കോകിലയ്ക്ക് കൊടുത്ത ഞാനും എൻ കുടുംബമും. എൻ കുടുംബം ആരാണാവോ? யாருக்கும் துரோகம் பண்ணல, നന്മ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കാതിങ്ങ. വായിന്ന് വീഴണ വാക്കുകൾ കേട്ടാൽ ആരായാലും പറഞ്ഞു പോവും. അത് ഉപദ്രവമൊന്നുമല്ല. எங்களை വെറുതെ വിടുங்க. உங்களுக்கு நான் கொடுக்க காசு தானா, அதுவும் ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞു. ഇട്ട് ബാലാങ്കര വ്യക്തിയുടെ വ്യക്തിത്വം എന്താന്ന് എല്ലാം മനസ്സിലാക്കി. മനസ്സിലായി. കോകിലയുടെ ഈ ബർത്ത്ഡേ സ്പെഷ്യലാണോ? എന്താ പറയാ, എല്ലാ ബർത്ത്ഡേ സ്പെഷ്യൽ തന്നെ. അവളെ അടിച്ചമർത്തിയിട്ടേക്കാണ് കോകില്. ഇയാൾ പറയും കണക്ക് കോകില കേട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴേ കൊടുക്കും. അങ്ങനെ അവൾക്ക് ഭയങ്കര പേടിയാണ്. അതുമല്ല ബന്ധത്തിൽ നിന്നാവുമ്പോഴേ കിടക്കോളന്നു. കൊല്ലം 5000 പേർക്ക് അന്നദാനം ചെയ്തു. ഓ, ഈ കൊല്ലം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ഗിഫ്റ്റ് എന്താ കോകിലയ്ക്ക് കൊടുക്കാൻ? ഗിഫ്റ്റാ? അപ്പൊ നിങ്ങൾ ക്യാമറ എങ്ക വെച്ചിരിക്കുന്ന കണ്ടാ മനസ്സിലാവുന്നില്ലേ? എന്താ ഗിഫ്റ്റ് പറ. മാലയാ? അയ്യോ, ഇപ്പൊ അയ്യോ ചുമ്മാ കോക്കില തിരിച്ച് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അറിയിക്കാൻ വേണ്ടിയാണ് ആ മീഡിയ കൊണ്ട് നിർത്തിയിരിക്കണത്. കോകിലേരെ മാല കാണിക്കാനും വാലയെണ്ണന്റെ മാല കാണിക്കാനും കോകില തന്നെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കണ. ഇത് പുതിയതല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല? ഓക്കെ. ഇത് അവളുടെ അനിയത്തി ചിറ്റപ്പ. ആ ചിലതിലൊക്കെ കാണാം ചേർത്ത് നിർത്തിക്കൊണ്ട് വീഡിയോ പിടിക്കണ കാണാം. ആരാണോ എന്തോ നമുക്ക് മനസ്സിലായില്ല. അപ്പം മനസ്സിലായി, അനിയത്തി, നമ്മുടെ അനിയത്തി. മറ്റേതാരും ചിറ്റപ്പനാ, അവർ മുട്ട നിൽക്കണ്. ബാക്കിലോട്ട് വേറെ ആരാ? அவங்க அம்மா. இதானு என் தம்பி. എൻ തമ്പി, അണ്ണ, എല്ലാരും ഇതിനു വേണ്ടി അണ്ണണിയത്തി, എല്ലാവരും ഉണ്ട്. എല്ലാരും ഇതിനു വേണ്ടി വന്നതാണ്. നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം. ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ? ഇപ്പൊ ഒന്നിലും ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ. ഫുള്ള് കുടിച്ചും കൂത്താടിയായിരുന്നു നടന്നത്. അയ്യോ, തോക്കെടുക്കും കുടിക്കും, ടിഷ്യൂ നാക്കും. സമാധാനം എങ്ങനെയുണ്ട്, കിട്ടുന്നുണ്ടോ? നല്ല കേൾവി. നിனைக்கிறீங்களா? അല്ല, ബാലചേട്ടാ എല്ലാം ഉണ്ട്. പക്ഷെ ഒരാൾക്ക് വേണ്ടത് സമാധാനമാണല്ലോ. ആ സമാധാനം സമാധാനത്തിനെക്കാളും എത്ര കോകില അമ്മാവിയെ കൊണ്ട് നടന്നാലും മറ്റേ നമ്മുടെ ആ സുന്ദരി കുട്ടിയെ കണക്കാവൂല. ഒരു കാര്യം കൂടെ പറയട്ടെ, ഏതോ ഒരു മനുഷ്യനും റോട്ടിൽ പോയ പട്ടിക്ക് പോലും ന്യായം കിട്ടണം.
അതിനു വേണ്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ വന്നു, തമിഴ്നാട് മുഴുവൻ എല്ലായിടത്തും വന്നു, ഇവിടെയും എല്ലാം അത് ചർച്ചയാണ്. ഇന്നൊരു നല്ല ദിവസം. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, 2 കൊല്ലമായി ഞാൻ ഏതെങ്കിലും കോൺട്രവേഴ്സിക്ക് വന്നോ? ഇല്ല. ഇതേ സ്ഥലത്ത് നിങ്ങളെല്ലാവരും വന്നിരുന്നു പറയുന്നത്, ഞാൻ സത്യം ചെയ്തു, ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. മിണ്ടിയില്ല, കുറച്ച് നാൾ മിണ്ടിയില്ല. അതിനു മുമ്പ് വാദം ഓരോന്നങ്ങ് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇൻ്റർവ്യൂകൾ കൊടുക്കുകയൊക്കെ ചെയ്തു. ആദ്യത്തെ ഭാര്യയെ പറ്റിയായിരുന്നാലും മോളെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടന്നു. ഇപ്പം ഒരു പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് സ്വന്തത്തിൽ നിന്നായത് കൊണ്ടായിരിക്കാതെ അങ്ങനെ പോണത്. ആ രണ്ടാമത്തവൾ ഒരുപാട് അനുഭവിച്ചു, അതിനെ ഒരുപാട് പെടുത്തിക്കൂട്ടി. ആ മൂത്തതിനെ അതിനെക്കാട്ടിയും പെടുത്തിക്കൂട്ടി. ഭയങ്കരമായ ഉപദ്രവമായിരുന്നു. അതിൻ്റെ ജീവനും കൊണ്ടാണ് അത് ഓടിയത്. അപ്പോൾ ഇയാളെ തള്ളു കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ബാലയാണ്. ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. എൻ്റെ കാര്യം വേറെ വഴിയില്ല, അതുകൊണ്ട് പറയാം. 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. 10 കൊല്ലം ബാലയണ്ണനെയാണോ ഉപദ്രവിച്ചത്, അതേ ബാലയണ്ണൻ തിരിച്ചാണോ ഉപദ്രവിച്ചത്? ഇൻ ദ നെയിം ഓഫ് ലോ, ഇൻ ദ നെയിം ഓഫ് ലോ. ഇപ്പം പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ, പറയാം. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനാണ്. ആണല്ലേ, പറയാൻ പാടില്ല. കാരണം ഞാൻ ആണാണെങ്കിലും കുറയ്ക്കുന്നില്ലല്ലോ കാര്യങ്ങളൊന്നും. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൽ വയ്ക്കുന്നു, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ട അവരെ അഴിക്കണമെന്ന് പറയില്ല, അവരെ കൊണ്ടുവന്ന് ഇനി നിർത്താനുള്ളതാണ്. നിർത്തിയിട്ട് ഞാൻ ഇന്നത് ചെയ്യും, അതുപോലെയൊക്കെ വീഡിയോ പിടിക്കണം, മീഡിയക്കാരെൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ വഴിയിൽ കൊണ്ടുവരണ്ടേ, വരുതിയിൽ കൊണ്ടുവരണം. അപ്പോൾ അവരെ നല്ലതുപോലെ നിർത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ പറ്റി ദുഷിച്ചെന്നും പറയരുത്. നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ஆனால் മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട്. അതാര്? കേക്കട്ടെ. കേരളത്തില് അറിയാമോ? ഒന്നു വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാരാണാവോ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് കിടക്കണത്? ഇതെല്ലാം പുറത്ത് വന്ന 10 കൊല്ലം 10 ഇയേഴ്സ് ഇപ്പം എനിക്ക് വിവാഹം കഴിച്ചു. என்னுடைய വൈഫ് പിറന്ന നാളാണ്. കേസ് അതൊക്കെ തള്ളു. ഒന്നുമേ വേണ്ടാന്ന് പറയണത്. എന്തായാലും 250 കോടി എഴുതി കൊടുത്തെന്ന് നമ്മളെ അണ്ണാച്ചിയുടെ വായിന്ന് തന്നെ കേൾക്കുന്നുണ്ട്. 3ാമത്തെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്തെന്നു, പിന്നെ ആർക്ക് അമ്മയ്ക്കും കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പം 250 കോടി എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് എനിക്കിനി ഒന്നുമില്ല, ഞാൻ തെണ്ടിയാണ്, ഞാൻ ഭിക്ഷ എടുക്കാൻ പോണ്, നിക്കർ വേണമെങ്കിലും ഇനി കോകില വാങ്ങിച്ചു തരണം എന്നും പറഞ്ഞുകൊണ്ടല്ലേ ബാലയണ്ണൻ നടക്കണത്. പിന്നെ ഇനി പറയണത് എങ്ങനെയാണ്? ബാലയണ്ണന് അവകാശിയായ ഒരു മോളുണ്ട്, അത് മറക്കരുതേ. ബാലയണ്ണൻ്റെ വീട്ടിലെ നായ്ക്കൾക്ക് പോലും സ്വർണ്ണം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവർ പേര് വന്ന് ചെൽസി. ഹായ് ചെൽസി, ഹായ് പറ. ഹായ് ചെൽസി. ആണ്, ഇത് മാമ ഗിഫ്റ്റ് ചെയ്തതാ. മാമയുടെ പേര് ഇട്ടിട്ട് അതറിയാമോ? മാമോടെ പേര് എഴുതി നായ്ക്കൾക്ക് വരെ ഗിഫ്റ്റ് കൊടുത്തു, സ്വർണ്ണമാല ഗിഫ്റ്റ്. എന്നിട്ട് ഒരു സ്വന്തം മോളുണ്ടല്ലോ, ആ മോക്കൊന്നും കൊടുക്കൂല. ആ മോളൊന്നിനും അവകാശമല്ല, അത് വേറെ എവിടെ നിന്നോ വന്നതല്ലേ, അത് മാമനുള്ളതല്ലല്ലോ. നായ്ക്കൾക്ക് വരെ കൊടുക്കും. മാമാൻ്റെ പേരും എഴുതി കൊടുത്തു മാമി പറയണു. ചെൽസി ഇല്ല, ഇത് മാമോടെ പേരില്ല, ലെറ്റർ ബി. നമുക്ക് എല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവർക്കൊക്കെ എടുത്ത്. അത് വന്ന് നിയമ ഹായ് പറ. ഇത് നിയോ ഡെയ്സി, വാ. ഇത് ഡെയ്സി, ഭയങ്കര വാല് കുശുമ്പ് എല്ലാം ഇവ.
അപ്പോൾ ഇതൊക്കെയാണ് ബാലമാമൻ്റെ സ്വഭാവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പാലയും കോകിലയും കൂത്താട്ടങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. മുമ്പൊക്കെ നമ്മുടെ ബാലച്ചേട്ടൻ പറയുമായിരുന്നു എൻ്റെ മോള് എൻ്റെ മോള് എൻ്റെ മോള്. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അത് കേൾക്കാനില്ല. കുറച്ച് ക്യാഷ് ആ മോളെ പേരിലുണ്ടായിരുന്നു, അത് ഇയാൾ അക്കൗണ്ടിൽ നിന്ന് മൊത്തം കൊണ്ടുപോയെന്നാണ് പറയണത്. അയാൾ അത്രയും തീർത്ത്, എന്നിട്ട് ഇപ്പോൾ ഉള്ള സ്വത്തും വകയും എല്ലാം കൂടെ 250 കോടി എടുത്ത് ഇന്നലെ കയറി വന്ന മൂന്നാമത്തെ ഭാര്യയെന്നും പറഞ്ഞ് ഒരുത്തി വന്ന അവൾക്ക് കൊച്ചുങ്ങൾ പോലും ഇല്ല. ആകെ ഉണ്ടെന്ന് പറയാൻ ഈ ഒരു ആദ്യത്തെ ഭാര്യയിലുള്ള ആ ഒരു മോൾ. ഇപ്പോൾ അവർ ഡിവോഴ്സായി. അപ്പം ആ മോളേ ഉള്ളൂ. അപ്പം ആ മോക്കാണ് ഇയാളെ സ്വത്തിൻ്റെ അവകാശി, അല്ലാതെ ഇന്നലെ കയറി വന്ന അവളല്ല. ഇതിൻ്റെയൊക്കെ ശാപം എവിടം കൊണ്ട് തീരും? ഇയാൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ 250 കോടി എൻ്റെ 250 കോടി എൻ്റെ കോകിലേക്ക് കൊടുത്തെന്ന്. ഇവിടെ താൻ ഒരു നേരമെങ്കിലും ആ കുട്ടിയുടെ കാര്യം ഒന്ന് വിളിച്ച് അന്വേഷിക്കോ. അതേപോലെ താൻ എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കാറുണ്ടാ? വാങ്ങിച്ചു കൊടുക്കാറുണ്ടാ? ഒന്നും കൊടുക്കാറില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യങ്ങൾ തിരക്കാറില്ല. അതിന് എന്തെല്ലാം, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എന്തെല്ലാം ആവശ്യങ്ങൾ കാണും. അതിൻ്റെ പഠിത്ത കാര്യങ്ങൾ കാണും, ഡ്രസ്സിൻ്റെ ആവശ്യങ്ങൾ കാണും, അതിന് ആഹാരം വേണം, പിന്നെ അതിൻ്റെ ചികിത്സ കാര്യങ്ങൾ കാണും. താനൊന്നും കൊടുക്കൂലല്ലോ ആ കുട്ടിക്ക്. ഇതിൻ്റെയൊക്കെ ശാപം എവിടം കൊണ്ട് അവസാനിക്കും? ഇരുന്നും കൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിരുന്നും കൊണ്ട് പ്രസംഗിക്കണം.